Welcome to Alaami Kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് നല്ല സിമ്പിൾ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല രണ്ട് ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അതിനു വേണ്ടി ആദ്യം നമുക്ക് പാഷൻ ഫ്രൂട്ടിന്റെ പൾപ്പ് എടുത്ത് വെക്കാം. ഇതുപോലെ രണ്ടാക്കി കട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തെടുത്താൽ പെട്ടെന്ന് നമുക്ക് അതിന്റെ പൾപ്പ് എടുക്കാൻ പറ്റും. ഒരു ഡ്രിങ്ക് മൊജിറ്റോ അല്ലെങ്കിൽ മൊയിറ്റോ, പിന്നെ ഒന്ന് പാഷൻ ഫ്രൂട്ടിന്റെ കാന്താരി ഇട്ടിട്ട് ചെയ്യുന്ന ഒരു ജ്യൂസ് ആണ്. അപ്പോൾ ജ്യൂസിനെ നമുക്ക് പൾപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ ആ കവറിങ് ഉള്ള ആ വൈറ്റ് പോർഷൻ ആ പൗച്ച് പോലത്തെ അത് മുഴുവനായിട്ട് എടുക്കാം. അപ്പം അതുപോലെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടിനും വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണം നോക്കാം. കുറച്ച് മിൻറ്റ് ലീവ്സ് വേണം, പിന്നെ കുറച്ച് ലൈം സ്ലൈസ് ചെയ്ത് എടുത്ത് വെക്കാം, പിന്നെ കാന്താരി വേണം, പിന്നെ ഇത് മൊജിറ്റോന് വേണ്ടിയിട്ട് എടുത്ത് വെച്ച പൾപ്പാണ്, ഇത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച പൾപ്പ്, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ വേണ്ടത് ഐസ് ക്യൂബ്സ്, പിന്നെ ഷുഗർ സിറപ്പ് വേണം, പിന്നെ ഒരു ബോട്ടിൽ വേണം മൊജിറ്റോയ്ക്ക് വേണ്ടിയിട്ട്, പിന്നെ 7 അപ്പ് പോലത്തെ എന്തെങ്കിലും ഡ്രിങ്ക്. ആദ്യം നമുക്ക് മൊജിറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ജാർ എടുക്കാം. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പൾപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ജ്യൂസിന് ആവശ്യമുള്ള എത്ര പൾപ്പ് വേണോ അത്ര ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 ചെറിയ പീസ് പച്ചമുളക് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് മിൻറ്റ് ലീവ്സ് ആണ്, അതും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് തന്നെ എടുക്കണം. പിന്നെ കുറച്ച് ചെറുനാരങ്ങൻ്റെ സ്ലൈസസ്, ഐസ് ക്യൂബ്സ്, പിന്നെ ഇതിൽ ചേർക്കുന്നത് ഷുഗർ സിറപ്പാണ്. നമ്മൾ പഞ്ചസാര സിറപ്പാക്കി എടുത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് തണുത്തതിന് ശേഷം അതാണ് നമ്മൾ മൊജിറ്റോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഷുഗർ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ജാറ് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഇതിലിട്ടിട്ട് നല്ലതുപോലെ ഷേക്ക് ചെയ്ത് കൊടുക്കണം. ആ ലൈമിൻ്റെയും മിൻറ്റിൻ്റെയും എല്ലാം ഫ്ലേവർ അതിലേക്ക് വരുന്ന രീതിയിൽ നല്ലതുപോലെ തന്നെ ഷേക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് വലിയ ജാർ എടുക്കുന്നതാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നന്നാവാൻ. അപ്പോൾ നമുക്ക് ഷേക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അതിൽ സ്പേസ് ഇട്ടിട്ട് കുറച്ചും കൂടി നന്നായിട്ട് അതിൻ്റെ ഫ്ലേവറെല്ലാം മിക്സായി കിട്ടും. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു അളവിൽ 2 ഗ്ലാസ്സിലുള്ള മൊജിറ്റോ റെഡിയാക്കി എടുക്കാം. 2 ഗ്ലാസ്സിലേക്ക് പകുതിയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 7 അപ്പ് ആണ്. 7 അപ്പ് ഒഴിക്കുന്നതിന് പകരം സോഡ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷെ 7 അപ്പ് ആണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകാൻ. ഇപ്പോൾ 2 ഗ്ലാസ്സിലും 7 അപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മൊജിറ്റോ റെഡിയായി. മൊജിറ്റോ കുടിക്കുമ്പോൾ നമുക്ക് സ്ട്രോ വെച്ചിട്ടേ കുടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിലുള്ള എല്ലാ ഇത് നമ്മൾ വായിലായിട്ട് പിന്നെ കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങാറായിരിക്കും. അപ്പോൾ സ്ട്രോ വെച്ചിട്ട് നമുക്കിത് ആസ്വദിച്ചിട്ട് നന്നായിട്ട് കുടിക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് എങ്ങനെയാണ്, കാന്താരി ഇട്ടിട്ടുള്ള ജ്യൂസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. പാഷൻ ഫ്രൂട്ട് ജ്യൂസിന് വേണ്ടിയിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പൾപ്പ്, ആ പൗച്ചോട് കൂടിയിട്ടുള്ള പൾപ്പാണ് നമ്മൾ എടുത്തത് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട്. അത് മുഴുവനും മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് എരിവിനനുസരിച്ചിട്ടുള്ള കാന്താരിയാണ്. ഞാനിവിടെ 3 കാന്താരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാഷൻ ഫ്രൂട്ട് എടുക്കുന്നതാണെങ്കിൽ ഒരു കാന്താരി ഇട്ട് കൊടുത്താൽ അത് കറക്റ്റ് ബാലൻസ് ചെയ്യും ആ എരിവും മധുരമെല്ലാം. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കൂടുതലായി പോണ്ട, കൂടുതലായാൽ പിന്നെ ഭയങ്കര എരിവായിരിക്കും, കുടിക്കാൻ പറ്റാത്ത എരിവുണ്ടാവും. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. എന്നിട്ടൊരു സ്ട്രെയിനറിൽ വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല കട്ടിയിലുള്ള ജ്യൂസാണ് നമുക്ക് കിട്ടാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ലൊരു ഈസി ആയിട്ടുള്ള, നല്ല റീഫ്രഷിങ് ഡ്രിങ്കാണ്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കാന്താരി ഇട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു നോക്കണം. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പായിട്ടുള്ളത് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ചെറിയൊരു മിൻറ്റ് ലീവ്സ് മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡിയായി. പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് കുറേ റെസിപ്പീസ് ഉണ്ട്. ഒരുപാട് തോട് വെച്ചിട്ടും അതിൻ്റെ പൾപ്പ് വെച്ചിട്ടും എല്ലാം ചെയ്യാൻ പറ്റുന്ന, ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. നമ്മുടെ ചാനൽ അലാമി കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പാഷൻ ഫ്രൂട്ട് ഈ സമയത്തെല്ലാം, കൊറോണ സമയത്തെല്ലാം നമുക്ക് ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ആരും വേസ്റ്റ് ആക്കാണ്ട് ഇതുപോലെയെല്ലാം കഴിക്കാൻ ശ്രമിക്കുക. പാഷൻ ഫ്രൂട്ട് എങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് ഉപ്പും, അതിൻ്റെ തൊലിയിൽ തന്നെ കുറച്ച് ഉപ്പും പഞ്ചസാരയും പൾപ്പിലേക്ക് ഇട്ടിട്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.